ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ 4 മണി പലഹാരമായിട്ടാണ്. പഴം കൊണ്ട് ഉണ്ടാക്കുന്ന പഴവും ശർക്കരയും ഒക്കെ വെച്ചിട്ട്, ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് 5 മിനിറ്റ് പോലും വേണ്ട ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അത്രയും എളുപ്പത്തിൽ അത്രയും സ്വാദിലുള്ള ഒരു 4 മണി പലഹാരം. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്ന്. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 2 പഴമാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് ചേർക്കാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന പഴം നേന്ത്രപ്പഴമൊന്നുമല്ല, റോബസ്റ്റ പഴമാണ്. നിങ്ങൾക്ക് ഏത് പഴം വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. നേന്ത്രപ്പഴം, റോബസ്റ്റ, പാളയംകോടൻ പഴം, എന്ത് പഴമാണെങ്കിലും ഇതിന് സ്വാദ് കൂടുതൽ തന്നെയാണ്, ഒരേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ 2 പഴം ചെറുതായിട്ടൊന്ന് നുറുക്കിയിടുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്തോട്ട് ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശർക്കര ഞാൻ ചെറുതായിട്ട് ഒന്ന് ചീവിയിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം 4 ടേബിൾ സ്പൂണോളമുള്ള ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതാ മിക്സിയിൽ ഈ ഒരു കണക്കിന് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനതൊരു ബൗളിനകത്തോട്ട് മാറ്റി ഒഴിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അല്പം തേങ്ങ, ഒരു 3.5 ടേബിൾ സ്പൂണോളമുള്ള തേങ്ങ ചെരുവിത് ചേർക്കുന്നുണ്ട്. അതുപോലെ 2 ഏലക്കയുടെ കുരു മാത്രം ഒന്ന് ചതച്ചിട്ടോ പൊടിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിനകത്തോട്ട് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 പഴത്തിന് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ 2 കപ്പ് ഗോതമ്പ് പൊടിയും എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കാതെ കുറേശ്ശെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാണ് ഒരു പരിവട്ടോ. ഈ ഒരു കയ്യിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കാതെയൊക്കെ നമുക്കൊന്ന് കിട്ടണം. ആ ഒരു പരുവത്തിന് ഞാൻ ആവശ്യത്തിനുള്ള പൊടിയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ പീസുകൾ എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പ് ആക്കിയിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇനിയിപ്പോൾ ഇത്രയും നിങ്ങൾക്ക് കുറച്ച് ഇത് 2 രീതിയിൽ ഉണ്ടാക്കാം. ഇത്രയും തന്നെ ഇച്ചിരി ഹാർഡായിട്ട് അല്ലെങ്കിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിലൊന്നും ഇതുപോലെ പൊടി ഇടണം എന്നില്ല. അതിന് മുൻപ് ജസ്റ്റ് 1 കപ്പ് പൊടിയാണെങ്കിലും ഇട്ടിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് കോരി എണ്ണയിൽ വറുത്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിന്നിപ്പോൾ ചെറിയ ചെറിയ ഉരുളകളോ അല്ലെങ്കിൽ ഒരു ഇഷ്ടമുള്ള ഒരു ഷേപ്പിലോട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ അല്പം ഒരു 2 കപ്പോളം ഉള്ള ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ 2 ഷേപ്പ് കാണിക്കാം. ഒന്ന് ഇതുപോലെ കുഞ്ഞ റൗണ്ട് ആയിട്ട് എടുക്കാം. അപ്പോൾ കയ്യിൽ അല്പം എണ്ണ ഒന്ന് തടവി കൊടുക്കണം. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്ന ഷേപ്പ് ഒരു ഓവൽ എന്നൊക്കെ പറയാവുന്ന ഒരു ഷേപ്പാണ്. അതാണ് ഇച്ചിരി കൂടെ കാണാനും ഒക്കെ ഭംഗിയായിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ആ ഒരു ഷേപ്പിലാണ് ബാക്കിയെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒന്നുമില്ല, ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒരു ഉണ്ടയാക്കുക, എന്നിട്ട് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ, ഈ ഒരു ഓവൽ ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ട് വരാം. അങ്ങനെ അവിടെ ഷേപ്പുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് വറുത്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിൽ ആവശ്യത്തിനുള്ള എണ്ണ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇത് വറുത്തെടുക്കുന്നത്. അപ്പോൾ എണ്ണ ഒന്ന് നമുക്കൊരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി അതിനുശേഷം ഒരു മീഡിയം ലോ ഫ്ലെയിമിലോട്ട് കൊണ്ടുവന്നിട്ട് വേണം നമ്മളിതൊന്ന് നമ്മൾ ഷേപ്പാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബേസൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ പുറമേയൊക്കെ ഭയങ്കരമായിട്ട് നല്ല ഭംഗിയിൽ നല്ല കളറിലൊക്കെ വരും, പക്ഷെ അകം നമുക്ക് വേണ്ടത്ര വെന്ത് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മീഡിയത്തിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡിയാണ്. നല്ലൊരു ഷേപ്പിലല്ലേ ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കളറ് ഇച്ചിരി കൂടെ ഡാർക്ക് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ സമയം ഇതിനകത്തൊന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ പക്ഷേ ഈ ഒരു സ്റ്റേജിനകത്ത് ഇതൊന്ന് മാറ്റി വറുത്ത് കോരി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒരെണ്ണം ഇട്ടത്. പിന്നീട് ഇതിനകത്ത് നമുക്ക് നമ്മുടെ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് എത്ര എണ്ണം വേണമെങ്കിലും ഇടാം. ഒട്ടും ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ എന്താ പറയുക, അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇത് വിട്ട് ഇരിക്കും കേട്ടോ. അതുകൊണ്ട് ചിലവർ പറയുന്നത് കേൾക്കാം, ഞങ്ങൾ മാവ് ഇട്ടു അല്ലെങ്കിൽ ഈ ഒരു ബേസ് ഇട്ടു എല്ലാം ഒട്ടിപ്പിടിക്കുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. നമുക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടുക. നമുക്ക് എന്തായാലും ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് വരാം.
അങ്ങനെ എല്ലാതും ഞാനിതുപോലെ വറുത്തെടുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ 5 മിനിറ്റ് പോലും വേണ്ട, വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിനകത്ത് നിങ്ങൾക്ക് ഇനി ശർക്കര അല്ല പഞ്ചസാര ചേർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പഴം അടിച്ച സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. തേങ്ങ ചെരുകിയതിന് പകരം തേങ്ങ കുത്താണെങ്കിലും ചേർത്ത് കൊടുക്കാം, എള്ള് ചേർത്ത് കൊടുക്കാം നമ്മുടെ ആ ഒരു മിക്സിനകത്ത്. അതൊക്കെ ഇതിനകത്ത് എക്സ്ട്രാ രുചി തരുന്നതാണ്. അപ്പം ഞാനിതൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് അല്പം കൂടി രുചി കിട്ടാനായിട്ട് ഞാൻ എല്ലാ സ്നാക്സിലും കാണിക്കുന്ന പോലെ ഒരു കുട്ടി സൂത്രം കൂടെ കാണിക്കുന്നുണ്ട്. ഒരു കൊച്ചു ബൗളെടുക്കുക, അതിനകത്തോട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര, തരികളോട് കൂടിയിട്ടുള്ള പഞ്ചസാരയും ഒപ്പം 2 നുള്ളോളം ഉള്ള പട്ട പൊടിച്ചത്, ഒരു ചെറിയ കഷ്ണം പട്ട ഒന്ന് ചെറുതായി ചൂടാക്കിയിട്ട്, ഒട്ടും എണ്ണയൊന്നും ഒഴിക്കൊന്നും വേണ്ട, പാത്രത്തിൽ ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് പൊടിച്ചെടുക്കുക, അത്രേ വേണ്ടൂ. എന്നിട്ട് ഇതിൻ്റെ മേലെ നമുക്കൊന്ന് സെർവ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ട് തൂവി കൊടുക്കുവാണെങ്കിൽ നല്ല സ്വാദായിരിക്കും കേട്ടോ. അതിൻ്റെ ചെറിയ ഒരു പട്ടയുടെ പൊടിച്ചതിൻ്റെ സ്വാദൊക്കെ ഒരു എക്സ്ട്രാ ഫ്ലേവറാണ്. അപ്പോൾ എക്സ്ട്രാ നിങ്ങൾക്കൊരു കൈ ഇതിനകത്ത് കാണുന്നത് എൻ്റെ മോളുടെ കൈയാണ് കേട്ടോ. അവളാണ് ആ പൊടി പഞ്ചസാര ഒന്ന് ഇടാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണത്. അപ്പോൾ നമുക്കിനി ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂടി ഒന്ന് മേലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പാത്രത്തിലിട്ടൊന്ന് തിരുമ്മിയെടുക്കാവുന്നതുമാണ്. ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളൊക്കെ എങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത് കാണിക്കാം. അപ്പോൾ നോക്കിക്കേ, ഈ ഒരു പുറമേയൊക്കെ നല്ല ഒരു ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നത്, അകമാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് ഇരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് പഴം ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണ്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.